ഇന്നൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ആണ്. അതായത് UAEയിലെ VAT റിട്ടേൺ എങ്ങനെയാണ് ഫയൽ ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് VAT 201 ഫോം എങ്ങനെയാണ് ഫയൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമള നാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിങ് മലയാളം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ, എൻ്റെ ടീച്ചിങ് സ്റ്റൈല് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതേപോലെ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. പിന്നെ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, ഞാൻ ടാലി ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു 10-12 കൊല്ലത്തോളം മാനുവൽ അക്കൗണ്ടിങ് ആൻഡ് ടാലി ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയ്ക്കും എക്സ്പീരിയൻസ് എനിക്കുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ടാലി ഓൺലൈനായിട്ട് പഠിക്കണം എന്നുള്ളതുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന ഇമെയിൽ IDയിലേക്ക് ഒന്ന് ഇമെയിൽ ചെയ്താൽ മതി. അപ്പോൾ അത് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. എൻ്റെ ഇമെയിൽ ID എന്ന് പറയുന്നത് shyamala.narayanan@yahoo.in ആണ്. വേറൊരു ഐഡിയും കൂടി ഉണ്ട്, shyamastaliclass@gmail.com ആണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അയച്ചു തരാം. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ നമ്മുടെ വീഡിയോയിലേക്ക് വരാം. അപ്പോൾ നമ്മൾ VAT 201 ഫോമാണ് നമ്മൾ ഫയൽ ചെയ്യണത്. അതായത് നമ്മൾ ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, നമ്മളുടെ ബിസിനസ് സ്ഥാപനത്തിലെ പർച്ചേസിൻ്റെയും സെയിൽസിൻ്റെയും ഡീറ്റെയിൽസ് നമ്മൾ ഗവൺമെൻറ്റിലേക്ക് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇന്ത്യയിലാണെങ്കിൽ നമ്മൾ GST ആണ് ഉള്ളത്. അപ്പോൾ GSTR1, GSTR3B ഇങ്ങനെയുള്ള പല ഫോമുകളുണ്ട്. അതിന് പകരം അവിടെ പറയുന്നതാണ് VAT 201 ഫോമാണ് അവിടെ VAT കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഫോമിൻ്റെ പേര്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ഗൂഗിൾ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം www.tax.gov.ae. ഇതാണ് ആ സൈറ്റിൻ്റെ പേര് എന്ന് പറയുന്നത്. അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ക്ലിക്ക് ഓൺ സർവീസസ് എന്ന് പറയും. അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ യൂസർ നെയിമും പാസ്വേഡും അടിച്ചു കൊടുക്കാനുള്ള ഒരു സ്പേസ് വരും. അപ്പോൾ ഈ യൂസർ നെയിമും പാസ്വേഡും നമുക്ക് എവിടെ നിന്നാണ് കിട്ടുക? നമുക്ക് ഓൾറെഡി നമ്മളുടെ ബിസിനസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഓൾറെഡി ഒരു യൂസർ നെയിമും പാസ്വേഡും നമ്മൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളിപ്പോൾ അവിടെ ഒരു അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അവിടുത്തെ ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ നമ്പർ അവർ പറഞ്ഞു തരും. അപ്പോൾ അവിടെ ആ നമ്പർ അടിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ആ യൂസർ നെയിമും പാസ്വേഡും അടിച്ചു കഴിഞ്ഞാൽ നമ്മളതിൻ്റെ ഉള്ളിലോട്ട് കടന്നു. അപ്പോൾ അവിടെ നമ്മൾക്ക് VAT എന്ന് പറഞ്ഞിട്ടൊരു ടാബ് കാണാൻ പറ്റും മുകളിലായിട്ട്. അപ്പോൾ നമ്മൾ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞെങ്കിൽ നമുക്ക് അവിടെ ഒരു ഓപ്ഷൻ കാണിക്കും, സെലക്ട് VAT റിട്ടേൺ എന്ന് പറഞ്ഞിട്ട്. VAT റിട്ടേണിൻ്റെ അവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ 2 കാര്യങ്ങൾ വരും. ക്വാർട്ടർലി ആണോ മന്ത്ലി ആണോ? അതായത് നമ്മളുടെ ബിസിനസ് സ്ഥാപനത്തിൻ്റെ കണക്കുകൾ നമുക്ക് 2 രീതിയിൽ നമുക്ക് സബ്മിറ്റ് ചെയ്യാം. ഒന്നുകിൽ നമ്മൾക്ക് ക്വാർട്ടർലി ആയിട്ട് സബ്മിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് മന്ത്ലി ആയിട്ട് സബ്മിറ്റ് ചെയ്യാം. എല്ലാ മാസവും കൊടുക്കാം, ക്വാർട്ടർലിയും കൊടുക്കാം. പിന്നെ നമ്മൾക്ക് കൊടുക്കേണ്ടതിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് എല്ലാ മാസവും 28-ാം തീയതിയാണ് ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത്. അതായത് ജനുവരി മാസത്തെ നമ്മൾ കൊടുക്കുക, ഫെബ്രുവരി 28-ൻ്റെ ഉള്ളിൽ നമ്മൾ ഗവൺമെൻറ്റിലേക്ക് അടച്ചിരിക്കണം. അതാണ് അതിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത്. ഇനി ക്വാർട്ടർലി ആയിട്ടാണ് കൊടുക്കണമെന്നുണ്ടെങ്കിലോ, ഇപ്പോൾ ജനുവരി, ഫെബ്രുവരി, മാർച്ചിലത്തെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏപ്രിൽ 28-ൻ്റെ ഉള്ളിൽ നമ്മൾ ഗവൺമെൻറ്റിലേക്ക് നമ്മൾ അടച്ചിരിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് കടന്നു. ഇനി നമ്മൾ ആ ഫോമാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഈ VAT അടയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇന്നിപ്പോൾ എല്ലാം ഓൺലൈനാണ്. അപ്പോൾ നമ്മളുടെ ബിസിനസ്സിൽ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഈ ഫോം നമുക്ക് എന്താണ് ഫില്ല് ചെയ്ത് നമുക്ക് ഇതിൻ്റെ VAT നമുക്ക് ഗവൺമെൻറ്റിലേക്ക് നമുക്ക് അടയ്ക്കാൻ പറ്റും. അപ്പോൾ ആ ഫോം എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് സ്റ്റെപ്പുകളാണ് നമ്മൾ ചെയ്യാനുള്ളത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പോയി. ഇനി നമ്മൾക്ക് ആദ്യമായിട്ട് കുറച്ച് സ്റ്റെപ്പുകൾ ചെയ്യാനുണ്ട്. അപ്പോൾ ആ ഫോം എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ എൻ്റർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മളിവിടെ എൻ്റർ ചെയ്യേണ്ടതാണ്, ഇവിടെ നമുക്ക് ടാക്സബിൾ പേഴ്സൺ ഡീറ്റെയിൽസ് പറയും. ഫസ്റ്റിൽ നമ്മൾ എൻ്റർ ചെയ്യേണ്ടത് ഇവിടെ TRN നമ്പറാണ്. എന്താണ് TRN നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
ടാക്സ് രജിസ്ട്രേഷൻ നമ്പർ. അതായത് നമ്മളുടെ ബിസിനസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്കൊരു നമ്പർ കിട്ടിയിട്ടുണ്ടായിരിക്കും. ആ TRN നമ്പർ എന്ന് പറഞ്ഞാൽ അതിന് 15 ഡിജിറ്റ് ഉണ്ടായിരിക്കും. ആ നമ്പറാണ് നമ്മൾ ഇവിടെ അടിച്ചു കൊടുക്കേണ്ടത്. അടുത്തതിൽ നമ്മൾക്ക് ഇവിടെ ടാക്സബിൾ പേഴ്സൺ നെയിം ആണ് കൊടുക്കേണ്ടത്. അതായത് ടാക്സബിൾ പേഴ്സൺ പറഞ്ഞാൽ ആരാണ്? നമ്മളുടെ ബിസിനസ് സ്ഥാപനം. ആ ബിസിനസ് സ്ഥാപനത്തിൻ്റെ പേരാണ് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് ഇതിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ അഡ്രസ് ഡീറ്റെയിൽസ് ആണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. അതായത് നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് കൊടുക്കേണ്ടത്. ടാക്സബിൾ പേഴ്സൺ ഡീറ്റെയിൽസിൽ എന്താണ്? TRN നമ്പർ, അതിന് 15 ഡിജിറ്റ് ഉണ്ടായിരിക്കും. ടാക്സബിൾ പേഴ്സൺ നെയിം കൊടുക്കണം, അഡ്രസ്സ് കൊടുക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളവിടെ വാറ്റ് റിട്ടേൺ പീരീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അവിടെ നമ്മളുടെ റിട്ടേൺ പീരീഡ്, അതായത് ജനുവരി മാസത്തെയാണ് നമ്മൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ജനുവരി 1-ാം തീയതി മുതൽക്ക് 31-ാം തീയതി വരെ, മാർച്ചിലാണ് നമ്മൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ മാർച്ച് 1-ാം തീയതി മുതൽക്ക് 31-ാം തീയതി വരെയുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മളവിടെ കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾക്ക് അവിടെ റിട്ടേൺ ഡ്യൂ ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അപ്പോൾ എല്ലാ മാസവും 28-നാണ്. അപ്പോൾ നമ്മൾ ഏത് മാസമാണോ കൊടുക്കേണ്ടത് 28 ആ മന്ത് നമ്മളവിടെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. നെക്സ്റ്റ് ഇവിടെ ചോദിക്കും ടാക്സ് ഇയർ എൻഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് 31 ഡിസംബറാണ്. എല്ലാ മാസവും നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ ഏപ്രിൽ ടു മാർച്ചാണ്, ഫോറിനിലാണെങ്കിൽ എന്താണ്? ജനുവരി ടു ഡിസംബർ ആണ് ഫിനാൻഷ്യൽ ഇയർ. അപ്പോൾ 31 ഡിസംബർ ആണ് അവിടെ കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്തൊരു വിൻഡോയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അവിടെ നമുക്ക് കാണിക്കുന്നത് വാറ്റ് ഓൺ സെയിൽസ് ആൻഡ് ഓൾ അതർ ഔട്ട്പുട്ട്സ് പറഞ്ഞൊരു വിൻഡോയിലേക്കാണ് വരിക. അതായത് ഇവിടെ നമ്മൾ സെയിൽസിൻ്റെ കാര്യങ്ങളും ഔട്ട്പുട്ട് ടാക്സിൻ്റെ കാര്യങ്ങളുമാണ് നമ്മൾ അടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഈ GCC കൺട്രിയിലെ എല്ലാ കൺട്രികളുടെയും ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ടായിരിക്കും. ഇവിടെ എന്താ പറഞ്ഞിരിക്കണം നോക്കാം നമുക്ക്. സ്റ്റാൻഡേർഡ് റേറ്റ് സപ്ലൈസ് അറ്റ് അബുദാബി, സ്റ്റാൻഡേർഡ് റേറ്റ് സപ്ലൈസ് അറ്റ് ദുബായ്, ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഇവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളുടെ ബിസിനസ് സ്ഥാപനം എവിടെയാണെന്നുണ്ടെങ്കിൽ അതാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഇപ്പം നമ്മളിവിടെ ദുബായിലാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ദുബായിൽ അവിടെ നേരെ ഉള്ളിടത്താണ്. അപ്പോൾ ഇവിടെ 2 എമൗണ്ട് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് എമൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ കോളത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വാറ്റ് എമൗണ്ട് എന്ന് പറഞ്ഞിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ എമൗണ്ടുകൾ നമുക്ക് എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് നമ്മൾക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ നമുക്ക് ആ എക്സാമ്പിൾ എന്താണെന്നുള്ളത് നോക്കാം. അതായത് ഇവിടെ ഇപ്പോൾ നമ്മൾ മാർച്ച് മാസത്തെ ഇവിടെ 2 സെയിൽസുകൾ ഞാനിവിടെ തന്നിട്ടുണ്ട്. ഇപ്പോൾ ദുബായിലാണ്, ദുബായിക്ക് തന്നെയാണ് സെയിൽ നടത്തുന്നത്. ഫസ്റ്റ് സെയിലിൻ്റെ എമൗണ്ട് പറയുന്നത് 15,000 ആണ്. അതിൻ്റെ ടാക്സ് പറയണത് 750 രൂപയാണ്. അതായത് സെയിൽ എമൗണ്ട് ചെയ്തപ്പോൾ, അതായത് സെയിൽസ് ചെയ്തപ്പോൾ കളക്ട് ചെയ്തിട്ടുള്ള ടാക്സിനെയാണ് ഔട്ട്പുട്ട് ടാക്സ് എന്ന് പറയുക. പർച്ചേസ് ചെയ്യുമ്പോൾ കൊടുക്കുന്ന ടാക്സിനെയാണ് ഇൻപുട്ട് ടാക്സ് എന്ന് പറയുക. അപ്പോൾ ഇതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എന്താണ് ഇൻപുട്ട് ടാക്സ്, എന്താണ് ഔട്ട്പുട്ട് ടാക്സ് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് സെയിൽസ് എമൗണ്ട് 15,000 ആയിരുന്നു, ഔട്ട്പുട്ട് ടാക്സ് 750 ആയിരുന്നു. അടുത്ത സെയിൽ പറയണത് 20,000 ആയിരുന്നു സെയിൽ എമൗണ്ട്. അത് കഴിഞ്ഞ് അതിൻ്റെ ഔട്ട്പുട്ട് വാറ്റ് എത്രയായിരുന്നു? 1000 ആയിരുന്നു. അപ്പോൾ ടോട്ടൽ 21,000 AED ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ അവിടെ സെയിൽസിൻ്റെ എമൗണ്ട് കാണിക്കേണ്ടത് ടോട്ടൽ ആ മാസത്തെ സെയിൽസിൻ്റെ എമൗണ്ട് ആണ് അവിടെ കാണിക്കേണ്ടത്. അപ്പോൾ ടോട്ടൽ സെയിലിൻ്റെ എമൗണ്ട് എത്രയാണ്? 15,000 പ്ലസ് 20,000. അപ്പോൾ നമ്മൾ ഇവിടെ കാണിക്കേണ്ടത് എന്താണ്? ഇവിടെ കാണിക്കേണ്ടത് അപ്പോൾ ഈ ഒരു കോളത്തിലെ ഇപ്പോൾ ദുബായിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ദുബായിലാണ് മാർക്ക് ചെയ്യേണ്ടത്. ഈ എമൗണ്ട് എന്നുള്ളിടത്ത് ടോട്ടൽ സെയിൽസിൽ 35,000 ആണ് കാണിക്കേണ്ടത്. അവിടെ നമ്മൾ വാറ്റ് എമൗണ്ട് എന്നുള്ളിടത്ത് എന്താണ്? 2 സെയിലിൻ്റെയും ഔട്ട്പുട്ട് ടാക്സിൻ്റെ ടോട്ടൽ എമൗണ്ട് ആണ് ഇവിടെ നമ്മൾ കാണിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എൻട്രി ചെയ്യേണ്ടത്. പിന്നെ ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് സ്റ്റാൻഡേർഡ് റേറ്റ് സപ്ലൈ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ സ്റ്റാൻഡേർഡ് റേറ്റ് സപ്ലൈ എന്ന് പറഞ്ഞാൽ? അതായത് 5% വാറ്റ് ഉള്ളതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് റേറ്റ് സപ്ലൈ എന്ന് പറയുക. അത് മാത്രമാണ് നമ്മൾ ഇവിടെ റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യം ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് അടുത്തതിൽ കാണിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾക്ക് പറഞ്ഞിട്ടുണ്ട് സ്റ്റാൻഡേർഡ് റേറ്റ് ഓഫ് സപ്ലൈ ഇൻ ദുബായ്. ഇവിടെ നമ്മൾക്ക് അതിൻ്റെ സെയിൽസിൻ്റെ എമൗണ്ട് കാണിക്കാം. അപ്പുറത്ത് നമ്മൾക്ക് അതിൻ്റെ വാറ്റിലെ എമൗണ്ട് നമ്മൾ കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നെക്സ്റ്റ് വിൻഡോ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. നെക്സ്റ്റ് വിൻഡോയിൽ ഇവിടെ പറയുന്നത് വാറ്റ് ഓൺ എക്സ്പെൻസസ് ആൻഡ് ഓൾ അതർ ഇൻപുട്സ് ആണ്. മുമ്പ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നത് സെയിൽസിൻ്റെയും ഔട്ട്പുട്ട് ടാക്സിൻ്റെയും ഡീറ്റെയിൽസ് ആയിരുന്നു. ഇവിടെ എന്താണ് കാണിക്കേണ്ടത്? എക്സ്പെൻസ്, അതായത് പർച്ചേസിൻ്റെയും അതിൻ്റെ ഇൻപുട്ട് ടാക്സിൻ്റെ ഡീറ്റെയിൽസുമാണ് ഇവിടെ കാണിക്കേണ്ടത്. അതായത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് സ്റ്റാൻഡേർഡ് കോസ്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലും ഇതേപോലെ തന്നെ എമൗണ്ട് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ കോളത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? റിക്കവറബിൾ വാറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് റിക്കവറബിൾ വാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇൻപുട്ട് ടാക്സ് എത്രയാണ് കളക്ട് ചെയ്തിരിക്കുന്നത് അതാണ് റിക്കവറബിൾ വാറ്റ്. അതായത് നമ്മൾ അങ്ങോട്ട് കൊടുത്തിട്ടുള്ളതാണ്, അതുകൊണ്ട് നമുക്കത് എന്താണ് ഇങ്ങോട്ട് കിട്ടാനുള്ളതാണ്. അതുകൊണ്ടാണ് അതിനെ റിക്കവറബിൾ വാറ്റ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് അത് ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് നോക്കാം. ഇവിടെ നമ്മുടെ പർച്ചേസ് ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്.
രണ്ട് പർച്ചേസുകളാണ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് പർച്ചേസിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 10,000 ആണ്. അതിൻ്റെ ഇൻപുട്ട് വാറ്റ് എന്ന് പറയുന്നത് 500 ആണ്. അപ്പോൾ ടോട്ടൽ 10,500 ആണ്. രണ്ടാമത്തെ പർച്ചേസിൻ്റെ എമൗണ്ട് പറയുന്നത് 20,000 ആണ്. അതിൻ്റെ ഇൻപുട്ട് വാറ്റ് പറയുന്നത് 1,000 rupees ആണ്. അപ്പോൾ ടോട്ടൽ എക്സ്പെൻസ് ആയിട്ട് എത്രയാണ്? 10,000 പ്ലസ് 20,000. അപ്പോൾ ആദ്യത്തെ കോളത്തിൽ എത്രയാണ് കാണിക്കേണ്ടത്? ടോട്ടൽ 30,000 ആണ് കാണിക്കേണ്ടത്. റിക്കവറബിൾ വാറ്റിൽ എത്രയാണ് കാണിക്കേണ്ടത്? 500 പ്ലസ് 1,000. അപ്പോൾ 1,500 ആണ് റിക്കവറബിൾ വാറ്റിൽ നമ്മൾ കാണിക്കേണ്ട എമൗണ്ട് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ ഇനി നെക്സ്റ്റ് വിൻഡോയിൽ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പിൽ വരുന്നത് ഇവിടെ നെറ്റ് വാറ്റ് ഡ്യൂ എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 3 കാര്യങ്ങൾ കാണുന്നുണ്ട്. നമുക്ക് എന്താണ് പറഞ്ഞിരിക്കണം എന്നുള്ളത് നോക്കാം. ഫസ്റ്റിൽ പറയുന്നത് ടോട്ടൽ വാല്യൂ ഓഫ് ഡ്യൂ ടാക്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തതിലാണെങ്കിൽ ടോട്ടൽ വാല്യൂ ഓഫ് റിക്കവറബിൾ ടാക്സ് എന്നാണ്. മൂന്നാമത്തതിൽ എന്താണ്? പേയബിൾ ടാക്സ് ഫോർ ദ പീരീഡ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ വാല്യൂ ഓഫ് ഡ്യൂ ടാക്സ് എന്ന് പറഞ്ഞുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മളുടെ ഡ്യൂ ആയിട്ടുള്ള ടാക്സ്, അതായത് ടോട്ടൽ ഔട്ട്പുട്ട് ടാക്സ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് എത്രയായിരുന്നു? ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മളുടെ ടോട്ടൽ ഔട്ട്പുട്ട് ടാക്സ് പറയുന്നത് എത്രയായിരുന്നു? 1,000 750 ആയിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ടോട്ടൽ വാറ്റ് ഡ്യൂവിൽ നമ്മൾ എത്രയാണ് കാണിക്കേണ്ടത്? 1,750 ആണ് കാണിക്കേണ്ടത്. അടുത്തത് എന്താണ് ഇവിടെ പറയുന്നത്? ടോട്ടൽ വാല്യൂ ഓഫ് റിക്കവറബിൾ ടാക്സ്, അതായത് ഇൻപുട്ട് ടാക്സ് ആണ്. അത് എത്രയായിരുന്നു? ഇവിടെ നമുക്ക് പർച്ചേസിൻ്റെ എമൗണ്ട് നോക്കി കഴിഞ്ഞാൽ 1,500. അപ്പോൾ 1,500 ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പേയബിൾ ടാക്സ് ഫോർ ദ പീരീഡ് എങ്ങനെയാണ് നമ്മൾ പേയബിൾ ടാക്സ് കാണുക? നമ്മൾ ഇൻപുട്ട് ടാക്സും ഔട്ട്പുട്ട് ടാക്സും ചെയ്ത വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഔട്ട്പുട്ട് ടാക്സ് മൈനസ് ഇൻപുട്ട് ടാക്സ് ആണ് നമ്മൾ കൊടുക്കാനുള്ള ടാക്സ്. അപ്പോൾ 1,750 മൈനസ് 1,500 250 ആണ് വരിക. ഇതാണ് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കാനുള്ള ടാക്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് എന്താണെന്നുള്ളത് നോക്കാം. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളിവിടെ വരിക ഓതറൈസ്ഡ് സിഗ്നേറ്ററി എന്നുള്ളൊരു വിൻഡോയിലേക്കാണ് വരിക. അപ്പോൾ ഇവിടെ നമുക്ക് സബ്മിറ്റ് തോന്നിട്ടൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. ഇവിടെ നമ്മൾ സബ്മിറ്റിൻ്റെ അവിടെയാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അവിടെ സബ്മിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾക്ക് നമ്മളുടെ FTA പോർട്ടലിലേക്ക് വന്നിട്ട് അവിടെ മുകളിൽ മൈ പേയ്മെൻറ്റ്സ് പറഞ്ഞിട്ടുണ്ടായിരിക്കും. നമുക്ക് ഇനി പേയ്മെൻറ്റ് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മളിതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ എമൗണ്ട് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ നമുക്ക് ക്ലിക്ക് ഓൺ മൈ പേയ്മെൻറ്റ്സിൻ്റെ അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യാം. മൈ പേയ്മെൻറ്റ്സിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എത്തിപ്പെടുക വാറ്റ് ആൻഡ് പെനാൽറ്റി പേയ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ടാബിലേക്കാണ്. അവിടെ നമുക്ക് കാണാൻ പറ്റും ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിങ് ലയബിലിറ്റി എത്രയാണ്, നമ്മൾ കൊടുക്കാനുള്ളത് എത്രയാണെന്നുള്ളത് നമുക്ക് അവിടെ കാണാൻ പറ്റും. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് കാണാൻ പറ്റും എൻ്റർ എമൗണ്ട് യു വാണ്ട് ടു പേ. ഇപ്പോൾ ടോട്ടൽ ലയബിലിറ്റി ഉണ്ടായിരിക്കും, നമ്മൾ കൊടുക്കേണ്ട എമൗണ്ട് അവിടെ രണ്ടാമതും കാണിക്കും. എന്താ അങ്ങനെ കാണിക്കണേ? ഇപ്പോൾ 5,000 ആണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ 2,500 കൊടുക്കണുള്ളൂ വിചാരിക്കുക. അപ്പോൾ നമുക്ക് അവിടെ 2,500 അടിക്കാം. അപ്പോൾ 2,500 അവിടെ ഡ്യൂ ആയിട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് എന്താണ് കറക്റ്റ് സമയത്തിന് തന്നെ നമ്മൾ എപ്പോഴും പേയ്മെൻറ്റ് കൊടുക്കാൻ ശ്രദ്ധിക്കണം. എല്ലാ മാസവും 28-ാം തീയതിയാണ്. അപ്പോൾ 28-ാം തീയതി ഉള്ളിൽ കഴിഞ്ഞ മാസത്തെ വാറ്റ് നമ്മൾ പേ ചെയ്യാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. എന്നാൽ മാത്രം അല്ലെങ്കിൽ എന്താ വെച്ചാൽ നമുക്ക് ഡ്യൂ പെനാൽറ്റി ഒക്കെ നമുക്ക് വരും. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ക്ലിക്ക് ഓൺ മേക്ക് പേയ്മെൻറ്റിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മേക്ക് പേയ്മെൻറ്റിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. മേക്ക് പേയ്മെൻറ്റിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ TRN നമ്പർ നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ അവിടെ നമുക്ക് പേ എമൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. അവിടെ നമുക്ക് പേ നൗവിൻ്റെ അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യാം. പേ നൗവിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഈ ദീർഘം ഗേറ്റ് വേ എന്നുള്ളിടത്തേക്കാണ് നമ്മൾ എത്തിപ്പെടുക. അവിടെ നമ്മൾക്ക് ട്രാൻസാക്ഷൻ ടൈപ്പ് ഉണ്ടായിരിക്കും. ഇപ്പം നമുക്ക് ഈ ദീർഘം കാർഡോ ഏതെങ്കിലും ഒരുപാട് ട്രാൻസാക്ഷൻ ടൈപ്പുകൾ അവിടെ കാണും. നമ്മൾ ഏത് വഴിയാണ് പേയ്മെൻറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കത് സെലക്ട് ചെയ്തിട്ടെടുക്കാം. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൺഫേമിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യാം. കൺഫേം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും കൂടി നമ്മൾക്ക് മുകളിലെ മൈ പേയ്മെൻറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് അവിടെ വാറ്റ് ഹിസ്റ്ററി നമുക്ക് കാണാൻ പറ്റും. നമ്മൾ കൊടുത്തിട്ടുള്ള വാറ്റിൻ്റെ ഹിസ്റ്ററി നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പം നമുക്ക് ഒന്നും കൂടി ചെക്ക് ചെയ്യാം നമ്മൾ ഒന്നും കൂടി ചെക്ക് ചെയ്യുക നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ കറക്റ്റ് അല്ലേ എന്നുള്ളത് നമുക്ക് ഒന്നും കൂടി ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മളെ വാറ്റ് റിട്ടേൺ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒന്നും കൂടി നമുക്ക് സമ്മപ്പ് ചെയ്യാം. ഗൂഗിൾ എടുത്തിട്ട് നമ്മൾ www.tax.gov.ae എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുക. അവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ സർവീസസിൻ്റെ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് അവിടെ യൂസർ നെയിമും പാസ്വേഡും കൊടുക്കുക. യൂസർ നെയിമും പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഒരു വാറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ടാബ് കാണും. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ചോദിക്കും ക്വാർട്ടർലി ആണോ മന്ത്ലി ആണോ റിട്ടേൺ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് കൊടുക്കുന്നത് വെച്ചാൽ അത് നമുക്ക് അവിടെ സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അവിടെ ഡേറ്റ് കാണിക്കും. നമ്മൾ എല്ലാ മാസവും 28-നാണ് മുമ്പാണ് നമ്മൾ വാറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടത്.
പിന്നെ നമ്മൾക്ക് കൊടുക്കേണ്ടത് പേഴ്സൺ ഡീറ്റെയിൽസ് ആണ്, ടാക്സബിൾ പേഴ്സൺ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ TRN നമ്പർ കൊടുക്കണം, ടാക്സബിൾ പേഴ്സൻ്റെ നെയിം കൊടുക്കണം, അഡ്രസ്സ്, അതേപോലെ തന്നെ വാറ്റ് റിട്ടേൺ പീരീഡും അവിടെ കൊടുക്കണം. അത് കൊടുത്തു കഴിഞ്ഞിട്ടെങ്കിൽ പിന്നെ റിട്ടേൺ ഡ്യൂ ഡേറ്റും അതേപോലെ തന്നെ ടാക്സ് ഇയർ എൻഡും 31 ഡിസംബറും കൊടുക്കുക. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നെക്സ്റ്റ് കൊടുക്കേണ്ടത് നമ്മളുടെ സെയിൽസ് ആണ് കൊടുക്കേണ്ടത്. സെയിൽസും ഔട്ട്പുട്ട് ടാക്സും ടോട്ടൽ ആ മന്തിലെ സെയിൽസും അത് ഏതേത് എമിറേറ്റ്സിലുണ്ടോ അതെല്ലാം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കാണിക്കണം. അത് കൊടുത്തത് അത് സെയിൽസിൻ്റെ എമൗണ്ടും ടോട്ടൽ ഔട്ട്പുട്ട് ടാക്സും നമ്മളവിടെ കൊടുക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ ഫേമിലെ പർച്ചേസിൻ്റെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. ആ മന്തിലെ ടോട്ടൽ പർച്ചേസും അതേപോലെ തന്നെ ഇൻപുട്ട് ടാക്സും ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ നെക്സ്റ്റ് ആയിട്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ടോട്ടൽ വാല്യൂ ഓഫ് ഡ്യൂ ടാക്സ് പറഞ്ഞിട്ട് അവിടെ കാണിക്കും. നമ്മൾ എത്രയാണോ കൊടുക്കാനുള്ളത്, അപ്പോൾ ഔട്ട്പുട്ട് ടാക്സ് ആണ് അവിടെ അടിച്ചു കൊടുക്കേണ്ടത് ടോട്ടൽ. അതേപോലെ ടോട്ടൽ വാല്യൂ ഓഫ് റിക്കവറബിൾ ടാക്സ് നമ്മളുടെ ഇൻപുട്ട് ടാക്സ് അടിച്ചു കൊടുക്കുക. പേയബിൾ ടാക്സ് ഫോർ ദ പീരീഡ് നമ്മൾ എത്രയാണ് ഇനി കൊടുക്കാൻ ബാലൻസ് ഉള്ള എമൗണ്ട് നമ്മളവിടെ അടിച്ചു കൊടുക്കുക. ഇത്രയും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ സബ്മിറ്റ് ക്ലിക്ക് ചെയ്യാം. ഓതറേറ്ററി സിഗ്നേച്ചർ ഉണ്ടാവും, അവിടെ കൊടുത്തിട്ട് സബ്മിറ്റ് ക്ലിക്ക് ചെയ്യാം. സബ്മിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ മുകളിൽ നമ്മൾ FDA പോർട്ടലിൻ്റെ ഡാഷ്ബോർഡിലേക്ക് വന്നു കഴിഞ്ഞാൽ മൈ പേയ്മെൻറ്റ്സിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യാം. മൈ പേയ്മെൻറ്റ്സിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വാറ്റ് ആൻഡ് പെനാൽറ്റി പേയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് അവിടെ കാണിക്കും. അവിടെ നമുക്ക് കാണാൻ പറ്റും ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിങ് ലയബിലിറ്റി നമുക്ക് അവിടെ കാണാൻ പറ്റും. അതിൻ്റെ തൊട്ട് താഴെ തന്നെ എൻ്റർ എമൗണ്ട് യു വാണ്ട് ടു പേ, ഇപ്പം നമ്മൾ എത്രയാണ് കൊടുക്കണം എന്നുള്ളതിൻ്റെ എമൗണ്ടും അവിടെ കാണാൻ പറ്റും. അവിടെ നമ്മൾ മേക്ക് പേയ്മെൻറ്റിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യാം. മേക്ക് പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ TRN നമ്പർ അവിടെ വരും. നമ്മൾ പേ എമൗണ്ട് എന്നുള്ളതുണ്ടായിരിക്കും. പേ നൗവിൻ്റെ അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഈദീർക്കം ഗേറ്റ് വേ എന്നുള്ള ഒരു ഇതിലേക്കാണ് നമ്മൾ എത്തിപ്പെടുക. അവിടെ നമുക്ക് ട്രാൻസാക്ഷൻ ടൈപ്പ് ഉണ്ടായിരിക്കും. നമുക്കവിടെ ഏത് മോഡാണെങ്കിൽ നമുക്കവിടെ സെലക്ട് ചെയ്തിട്ട് എടുക്കാം. നമ്മൾ കൺഫേം കൊടുക്കുക. കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീണ്ടും ഒന്നും കൂടി മൈ പേയ്മെൻറ്റിലേക്ക് പോയിട്ട് നമ്മൾ ഒന്നും കൂടി ചെക്ക് ചെയ്യുക. നമ്മൾ കൊടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് അല്ലേ എന്നുള്ളത് നമ്മൾ ഒന്നും കൂടി കൺഫേം ചെയ്യുക. അപ്പോൾ ഇത്രയ്ക്കും കാര്യങ്ങളാണ് വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.